ഹലോ എവരി വൺ, വെൽക്കം ടു ദി വുമൺ ഓഫ് ഓണർ സീരീസ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. അതേപോലെ തന്നെ എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെയും ഹൃദയത്തിലെ ആഗ്രഹങ്ങളും ചിന്തകളും അതുപോലെ തന്നെ നമ്മുടെ ഭാവിയൊക്കെയും ദൈവം നിയന്ത്രിക്കുന്ന മാത്രമല്ല, നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേട്ട് തക്ക സമയത്ത് നമുക്ക് ഉത്തരം അരുളുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണല്ലോ നമ്മൾ എപ്പോഴും സംസാരിക്കാറുള്ളത്, നമ്മൾ വിശ്വസിക്കുന്നതായ ദൈവം. നമ്മൾ യോനാ പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ യോനയുടെ ഒരു പ്രാർത്ഥന കാണുവാനായിട്ട് സാധിക്കും. യോന പ്രാർത്ഥിച്ചത് മീനിൻ്റെ വയറ്റിൽ കിടന്നിട്ടാണ്. ഒരു വലിയ മത്സ്യത്തെ ദൈവം കൽപ്പിച്ചുണ്ടാക്കി ആ മത്സ്യത്തിൻ്റെ ഉദരത്തിൽ കിടന്നുകൊണ്ടാണ് യോനയുടെ പ്രാർത്ഥന. അപ്പോൾ നമുക്കറിയാം ചുറ്റിനും ഇരുട്ടായിരിക്കും. ഒരു സാധാരണ അന്തരീക്ഷമല്ല യോന പ്രാർത്ഥിക്കുന്ന ആ അന്തരീക്ഷം. കടലിൻ്റെ മധ്യത്തിൽ, ആഴക്കടലിൽ മീനിൻ്റെ വയറ്റിൽ കിടന്നിട്ട് ദൈവത്തോട് നിലവിളിക്കുന്ന ഒരു യോനയാണ്, പ്രവാചകനെയാണ് നമ്മൾ കാണുന്നത്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 24-ാം വാക്യത്തിൽ നമ്മൾ താലന്തുകളുടെ ഉപമകളെ കുറിച്ച് വായിച്ചു കഴിയുമ്പോൾ അവിടെ താലന്ത് കുഴിച്ചിട്ട മനുഷ്യൻ തൻ്റെ യജമാനനെ, അതായത് യജമാനെ കഠിന ഹൃദയനായി കാണുന്നതായിട്ട് നമുക്ക് സാധിക്കും. അവൻ താലന്ത് കുഴിച്ചിട്ടിട്ട് ദൈവത്തെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അവനെ ഏൽപ്പിച്ചത് അവന് ആ ദൗത്യം ചെയ്യാതെ, അതായത് പലർക്കും കൊടുത്തു താലന്തുകൾ, അവരോരോരുത്തരും അതിൻ്റെ തക്കതായ രീതിയിൽ വ്യാപാരം ചെയ്തു, അല്ലെങ്കിൽ അവരത് വേണ്ട പോലെ ചെയ്ത് അതിനെ അഭിവൃദ്ധി കൂടുതലായിട്ടതിനെ വളർത്തി യജമാനൻ തിരിച്ചു ചോദിക്കുന്ന സമയത്ത് അവർ കൂടുതലായിട്ട് അതിനെ ആക്കി തിരികെ നൽകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഈ പറയുന്ന മനുഷ്യൻ, ഒരു താലന്ത് ലഭിച്ച മനുഷ്യൻ, അദ്ദേഹം വന്നിട്ട് തൻ്റെ യജമാനനെ കുറ്റപ്പെടുത്തുകയും തനിക്ക് ചെയ്യേണ്ടതായ കാര്യം ചെയ്യാതെയും ഇരിക്കുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ കാണുന്നത്. നമ്മളിൽ പലരും, അത് ഇൻക്ലൂഡിങ് മീ, നമ്മൾ അറിയാം, പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്തിട്ട് എനിക്ക് ഇന്ന കാരണം കൊണ്ടാണ് ഇതങ്ങനെ ആകാതെ പോയത്, അല്ലെങ്കിൽ ഇങ്ങനെ ആയിപ്പോയത്. അതായത് നമ്മൾക്കുള്ള താലന്തുകളെ, അല്ലെങ്കിൽ നമ്മളുടെ അവസരങ്ങളെ, അല്ലെങ്കിൽ നമ്മൾക്കുള്ള ചാൻസൊക്കെ നമ്മൾ വിട്ട് കളഞ്ഞിട്ട് നമ്മൾ വെറുതെ ഇരിക്കും. എന്നിട്ട് ഈ കുഴിച്ചിട്ട മനുഷ്യനെ പോലെ പിന്നീട്, താലന്ത് കുഴിച്ചിട്ട മനുഷ്യനെ പോലെ പിന്നീട് ഇരുന്നുകൊണ്ട് ബ്ലെയിം ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മളിലുണ്ട്. എന്നാൽ അത് ഇല്ലാത്തവരും കാണും. എങ്കിലും എന്നെ പോലെയുള്ളവർക്കൊക്കെ അങ്ങനെയുള്ള സ്വഭാവമൊക്കെ ഉണ്ട്. അത് നമ്മൾ മാറ്റണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമുക്ക് കിട്ടിയിരിക്കുന്ന അവസരങ്ങളെയും നമുക്ക് ദൈവം തന്നിരിക്കുന്ന താലന്തുകളെയും നമ്മൾ വേണ്ട വിധത്തിൽ ഉപയോഗിച്ച് അത് നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ ഈ ലോകത്തെ ജീവിതത്തിൽ നമ്മളത് കൊണ്ടുവരേണ്ടതാണ്. അതാണ് ദൈവഹിതം. പ്രത്യേകിച്ച് പറയുമ്പോൾ നമ്മൾ എത്ര നാൾ ജീവിക്കുമെന്ന് നമുക്കറിയില്ല. ഇന്നത്തെ കാലയളവിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ആൾക്കാർ വെറുതെ തളർന്ന് വീണ്, തലകറങ്ങി വീണ്, അല്ലെങ്കിൽ വെറുതെ വീണ് ആക്സിഡൻറ്റുകളിൽപ്പെട്ട് ഒക്കെയും ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്നത് നമുക്കറിയാം. എന്നാൽ ഈ ഇത്രയും ക്ഷണികമായിട്ടുള്ള ഈ ലോകത്തിൽ വീണ്ടും നമുക്ക് ഒരിക്കൽ കൂടെ വരുവാനായിട്ട് സാധിക്കില്ലെന്ന് നമുക്കറിയാം. അപ്പം ദൈവം തന്ന ആയുസ്, ദൈവം തന്ന കഴിവുകൾ, ദൈവത്തിൻ്റേതായ എല്ലാ കൃപകളെയും അവൻ്റെ സാന്നിധ്യത്തോട്, അവൻ്റെ ആ ഒരു അനുഗ്രഹത്തോടു കൂടി, കൃപയോടുകൂടി നമ്മളതിനെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തണം. അത് നമ്മൾ ദൈവത്തെ കുറ്റം പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടോ ഒരിക്കലും അത് ശരിയാകുകയില്ല. അവിടെ ഈ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ ദൈവത്തെ കുറ്റപ്പെടുത്തുകയും മറുതലിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഈ പ്രവാചകനോട് നിനവയ്ക്ക് പോകാൻ പറഞ്ഞപ്പോൾ കപ്പലിൽ കയറി തർശീശിലേക്ക് പോയ വ്യക്തിയാണ്. ആദ്യമേ തന്നെ അറിയാം ദൈവം വന്നിട്ട് കരുണാമയനാണെന്നും അവൻ വന്നിട്ട് അവർ മാനസാന്തരപ്പെട്ടു പോയെങ്കിൽ അവന് ഇവരുടെ ചെയ്യുമെന്ന് പറഞ്ഞ ശിക്ഷ നടപ്പാക്കില്ലെന്നും ഒക്കെ നേരത്തെ കൂട്ടി അറിഞ്ഞുകൊണ്ടാണ് യോന പറഞ്ഞ കാര്യം ചെയ്യാതെ അവൻ്റെ സ്വന്തം ഇഷ്ടത്തിന് വേറെ സ്ഥലത്തേക്ക് പോയത്. ഇപ്പോഴത്തെ തർശീശ് എന്ന് പറഞ്ഞാൽ സ്പെയിനാണ്. അപ്പോൾ ദൈവം വന്നിട്ട് അവിടേക്ക് വിടാതെ, നമുക്കറിയാം, യോനയുടെ പുസ്തകം വായിച്ചിട്ടുള്ളവർക്കറിയാം മധ്യത്തിലുണ്ടായ കാര്യങ്ങളും അവസാനം ദൈവം വരുന്ന വഴിക്ക് കൊണ്ടുവന്ന്
നിനവയിൽ തന്നെ എത്തിച്ചു എന്നുള്ളത് നമുക്കറിയാം. അത് ഇനിയൊരവസരത്തിൽ ആ കഥ കേൾക്കാത്തവർക്കായിട്ട് ഞാനത് പറയാം. കഥയല്ല, അത് സംഭവമാണ്. അത് കേൾക്കാത്തവർക്കായിട്ട് പിന്നീട് പറയാം. അപ്പോൾ ഇവിടെ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമ്മൾ കാണുന്ന ദൈവം മഹാകാരുണ്യവാനായിരിക്കുന്ന ദൈവമാണെന്ന്. അപ്പോൾ ആ മഹാകരുണയുള്ളവനും ദയാലുവുമായ ആ ദൈവത്തെയാണ് ഇവിടെ നമ്മൾ കുറ്റം വിധിക്കുന്നത്. നമുക്ക് താലന്ത് തന്നത് കുറഞ്ഞു പോയി, അല്ലെങ്കിൽ ഇന്ന സമയത്ത് തന്നില്ല, അല്ലെങ്കിൽ ഇത് പ്രയോജനമില്ലാത്ത താലന്താണ്, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് നമ്മൾ ബ്ലെയിം ചെയ്യുന്നത്. എന്നാൽ വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയുന്നു, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ കരുണ ദയയാകുന്നുവെന്ന്. അപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ ഒരു കഴിവുമില്ലാത്ത മനുഷ്യരാണെന്നറിയാം. ഈ നൈമിഷികമായിട്ടുള്ള ഈ ജീവിതം, ഈ ലോകത്തിൽ നമ്മൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ മഹാദയ, അവൻ്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണെന്ന്. അപ്പോൾ ഇവിടെ യോനയ്ക്കുണ്ടായ പോലെ ഒരു വ്യത്യസ്ത മനോഭാവത്തിലേക്ക് കടന്നു വരുന്നതിന് കാരണം ദൈവം പറഞ്ഞിരുന്ന ശിക്ഷ അവരുടെ മേൽ വന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടായിരുന്നു, മറ്റുള്ളവർക്ക് എന്താകണമെന്നോ അല്ലെ മറ്റുള്ളവർക്ക് എന്ത് ശിക്ഷ കൊടുക്കണമെന്നോ പറയുവാനായിട്ട് നമുക്കൊരു അധികാരവുമില്ല. നമ്മൾ ദൈവത്തിൻ്റെ ഹിതത്തിന് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിൻ്റെ മധ്യത്തിൽ നമുക്ക് നമ്മളെ സഹായിക്കാനും നമ്മോടൊപ്പം ആയിരിക്കാനും നമ്മുടെ കാര്യങ്ങളിലൊക്കെയും വേണ്ട വിധത്തിൽ നമ്മളെ നയിക്കുവാനും പ്രവർത്തിക്കുവാനും ഫലം തരുവാനും നമ്മളെ അനുഗ്രഹിക്കുവാനും മതിയായ ദൈവം നമ്മുടെ കൂടെ എന്നും ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കോപിക്കാതെ ചോദ്യം ചെയ്യാതെ ദൈവസന്നിധിയിൽ അവന് കീഴ്പ്പെട്ട് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. എല്ലാവർക്കും ഈ ഒരു നല്ല കൃപയും സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ യാചിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും എല്ലാ കൃപയും അനുഗ്രഹവും ദൈവം തരട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു നല്ല ദിവസം നേർന്നുകൊള്ളുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഒരു നല്ല സുദിനം ആശംസിക്കുന്നു. ബൈ ടു ഓൾ. കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. പ്ലീസ് സബ്സ്ക്രൈബ്.